ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് നമ്മൾ റഷ്യയിൽ നിന്ന് തുടങ്ങാം. റഷ്യയിൽ മോസ്കോയിൽ ഏതാണ്ട് 30 അടിയോളം കനത്തിൽ മഞ്ഞ് വീഴ്ച. 150 വർഷങ്ങൾ ഏതാണ്ട് 150 ഇയേഴ്സിന് മുമ്പുള്ള അതേ ഒരു ശൈലിയിലാണ് ഇപ്പം മോസ്കോയിൽ മഞ്ഞ് വീഴ്ച തുടരുന്നത്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ വയസ്സായ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഈ മഞ്ഞ് വീഴ്ച ഒരു കൂട്ടർക്ക് ഹാപ്പിനെസ് കൊടുക്കുമ്പോൾ മറ്റൊരു കൂട്ടരുടെ ജീവൻ എടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് പല വാഹനങ്ങളും ഈ 30 അടി മഞ്ഞിൻ്റെ ഉള്ളിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. Ух ты, как с крыши прямо! Это же 4-й этаж, ужас. Зато весело. Следующий в желтом. Поехал. Ну вы даете. Ничего себе. Yukarıda yürümek ne kadar zor. Bavulu çekmek daha da zor. Sıcak sıcak. ഇത് ശരിക്കും സാഹചര്യങ്ങൾ ഇതാണെങ്കിലും ഉക്രൈനെതിരെയുള്ള ആക്രമണം റഷ്യ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഉക്രൈനിലെ സെലൻസ്കിയുടെ അവസ്ഥ പരിതാപകരമാണ്. കാരണം പുള്ളിക്കാരൻ പലപ്പോഴും ഈ ആയുധങ്ങൾ വേണം, എയർ ഡിഫൻസ് സിസ്റ്റം വേണം, ഞങ്ങളുടെ അടുത്ത് ഇപ്പം എയർ ഡിഫൻസ് സിസ്റ്റത്തിനുള്ള ആ മിസൈലുകളെല്ലാം ഇപ്പോൾ ഷോർട്ടേജാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും യൂറോപ്പ് ഞങ്ങൾക്ക് എത്രയും വേഗം ഇത് തന്ന് സഹായിക്കണമെന്നാണ് ഉക്രൈനിലെ സെലൻസ്കി മുറവിളി കൂട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യൂറോപ്പ് ഇങ്ങനെ പ്രശ്നത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഉക്രൈൻ്റെ വിഷയത്തിലേക്ക് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നില്ല. ആ ഒരു ഹോട്ട് ടോപ്പിക്ക് ഇപ്പോൾ ഇച്ചിരി മാറി നിൽക്കുന്നുണ്ട് ലൈം ലൈറ്റിൽ നിന്നും. അപ്പോൾ അതിൻ്റെ പ്രശ്നം സെലൻസ്കിക്കുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ട്രംപ് ആണെങ്കിൽ വേറൊരു പരിപാടിയും കാണിച്ചു. ട്രംപ് വ്ളാഡിമിർ പുടിനെ ഗാസ പീസ് സബ്മിറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. അപ്പം സെലൻസ്കിക്കാണെങ്കിൽ അയച്ചിട്ടില്ല. ഇത് സെലൻസ്കിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രംപ് എന്നെ അംഗീകരിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം അതും കൂടി ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സൈഡിൽ കിടന്ന് ഇപ്പോൾ കരച്ചിലാണ്, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ആയുധങ്ങൾ വേണം. കാരണം വേറെ ഒന്നുമല്ല, ഈ കീവ് നഗരം എന്ന് പറയുന്നത് ഉക്രൈൻ്റെ തലസ്ഥാനമാണ്. ഈ തലസ്ഥാനത്തിൽ ഏതാണ്ട് 5600 അധികം കെട്ടിടങ്ങളുണ്ട്, അപ്പാർട്ട്മെൻറ്റ്സ്. ഇത്രമാത്രം അപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഈ ഒരു നഗരത്തിൽ ശരിക്കും കറണ്ടില്ല. ഈ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ഹീറ്റർ സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല. ഹീറ്റർ സിസ്റ്റം പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ വിറങ്ങലിച്ച് കിടക്കുന്ന സാഹചര്യമാണ്. ഇത് വല്ലാത്ത രീതിയിലുള്ളൊരു ദുരന്തമായി മാറുകയാണ് ഉക്രൈൻ. സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് റഷ്യ ആണെങ്കിൽ ഒരു ദിവസം 1000-ലധികം ഡ്രോൺ വരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പൊക്കെ ഞങ്ങൾ റഷ്യക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പണ്ട് 400-500 ഡ്രോൺ വരുമ്പോൾ തന്നെ സെലൻസ്കി പറയും മിക്ക എണ്ണങ്ങളും ഞങ്ങൾ 90% ഞങ്ങൾ അടിച്ച് വീഴ്ത്തിയിരിക്കുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് 1000-ലധികം ഡ്രോൺ വരുന്നുണ്ട്, അതേപോലെ 1000-ലധികം ഗ്ലൈഡിംഗ് ബോംബ്സും വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റഷ്യ ആണെങ്കിൽ ഈ ഒരു മഞ്ഞുകാലം മുതലാക്കിക്കൊണ്ട് കൂടുതൽ ഉക്രൈൻ നഗരങ്ങൾ കയറി പിടിക്കാനുള്ള ശ്രമത്തിലാണ്. കീവ് എന്ന് പറയുന്നത് ഉക്രൈൻ്റെ തലസ്ഥാനമാണ്. ആ തലസ്ഥാനത്തിനെ തന്നെയാണ് ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഉക്രൈൻ്റെ ആ ഒരു അവസ്ഥ നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് നിലവിലെ സാഹചര്യം. ഇനിയിപ്പോൾ നമ്മൾ അമേരിക്കയുടെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് ഒരു വലിയ പോസ്റ്റ്, ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഒരു 15-20 ലൈനോളം പുള്ളിക്കാരൻ എഴുതി കുറിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചുരുക്കി പറയാം. ഇതിൽ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട്, അതായത് നാറ്റോ രാജ്യങ്ങളുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറെടുക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിൽ ഡാവോസിൽ വെച്ചിട്ട് ടുമോറോ, നാളെ മീറ്റിംഗ് നടത്തും. ഓൾറെഡി തന്നെ ഈ ഒരു മീറ്റിംഗ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഞാൻ മാർക്ക് റൂട്ടെ, നാറ്റോയുടെ ചീഫായിട്ടുള്ള മാർക്ക് റൂട്ടയുമായിട്ട് ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരിക സ്വിറ്റ്സർലാൻഡിലേക്ക്. അവിടെ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം കേട്ടിട്ട് യൂറോപ്യൻസും നാറ്റോ രാജ്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോകേണ്ടതില്ല. കാരണം ബാക്കിയും കൂടി പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ എന്താണോ സംസാരിക്കാൻ പോകുന്നത് അതും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കൺട്രി ഇൻ ദ വേൾഡ്, മിലിറ്ററി പരമായിട്ടും എല്ലാം കൊണ്ടും. അതായത് ഏലിയൻ വേൾഡിൽ വരെ അവരാണ് പവർഫുൾ, ഈ ലോകത്ത് മാത്രമല്ല. അങ്ങനെ ട്രംപ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് പീസ് ത്രൂ സ്ട്രെങ്ത് എന്നാണ്. അതായത് നിങ്ങൾ കൂടുതൽ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പിടിവാശി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മിലിറ്ററി നടപടി എടുക്കാനും ഞാൻ മടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഈ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് മസിൽ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട,
ഗ്രീൻലാൻഡ് ഞാനങ്ങ് എടുക്കും. അമേരിക്കയുടെ സെക്യൂരിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ അമേരിക്ക പറയും, അമേരിക്ക ചെയ്തിരിക്കും. അതിനെ ആർക്കും തടയാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അമേരിക്കയാണ് ഇവിടെ പവർഫുൾ രാജ്യം ലോകത്ത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പവർ കാണിക്കും എന്നാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു ഡിക്റ്റേറ്റർഷിപ്പ് മാതൃകയിലാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. എനിവേ ഇനിയിപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ പൈസയും വണ്ടിക്കൂലിയൊക്കെ മുടക്കി ഫ്ലൈറ്റിൽ എണ്ണയൊക്കെ അടിച്ച് പോവാം. ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ അവിടെ പോയിട്ട് ട്രംപ് പറയും, ഇന്ന് കേട്ടിട്ട് വരാം. ഒരു ദിവസത്തെ വാർത്ത, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. പിന്നെ ഈ മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാറ്റോ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള ഇൻ്റലിജൻസ് ഷെയറിംഗ് ഞങ്ങൾ കട്ട് ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്ക് റൂട്ട് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ നാറ്റോ രാജ്യങ്ങൾ ഇനി ഇൻ്റലിജൻസ് വിവരങ്ങൾ അമേരിക്കയുമായിട്ട് കൂടുതൽ ഷെയർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ അമേരിക്കയും നിങ്ങളോട് ഷെയർ ചെയ്യില്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഭീഷണി ഉണ്ടെങ്കിൽ ആരാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? നാറ്റോ രാജ്യങ്ങൾ എടുക്കുന്ന ഈ ഒരു തീരുമാനം വലിയ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നാറ്റോ രാജ്യങ്ങൾക്ക് തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ എന്ത് ഇൻ്റലിജൻസ് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്ത് അമേരിക്കയ്ക്ക് കൊടുക്കാനുള്ളത്? നമ്മൾ ലിറ്ററലി നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ 19 പേരെ കൊണ്ട് ഗ്രീൻലാൻഡിൽ നിർത്തിവെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ലൊക്കേഷൻ, ഈ ഏത് സോൾജറിനെ എവിടെ നിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമായിരിക്കും ചിലപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമല്ലേ. കാരണം അമേരിക്ക ലൊക്കേഷൻ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്ത് കളയും. അതായത് എന്ത് തമാശയാണെന്ന് നോക്കൂ. ഈ ഇന്റലിജൻസ് ഷെയറിംഗ് ഇപ്പോൾ ഇവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നും കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്ന എല്ലാ ആൾക്കാരും, അമേരിക്കയെ എതിർക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും 100% താരിഫ്, അതിൽ യാതൊരു മാറ്റമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100% താരിഫ്. ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം വരുന്നുണ്ട്. അമേരിക്കക്കാരുടെ കയ്യിലൊന്നും പൈസയില്ല. അതിപ്പോൾ അടുത്ത പരാതിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം വേറെ ഒന്നുമില്ല, ഈ പൊതുജനങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടാകേണ്ട പൈസ ട്രംപിന്റെ ഖജനാവിലുണ്ട് താരിഫ് എന്നുള്ള പേരിൽ. പിന്നെ ഇപ്പോൾ ഈ താരിഫ് ഇടാൻ പോകുന്ന പറഞ്ഞാൽ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പം 100% താരിഫ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രീൻലാൻഡിനെ അനുകൂലിക്കുന്നവർക്ക് 100% താരിഫ്. പിന്നെ മാക്രോൺ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ 200% താരിഫ് ഫ്രാൻസിന്റെ മേളിലിടും. അവിടെ നിന്ന് കയറ്റി അയക്കുന്ന കള്ളിനും ഷാമ്പയിൻ കാര്യങ്ങളൊക്കെ അല്ലേ, അതിനൊക്കെ ഞാൻ 200% താരിഫ് അടിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ 200% താരിഫ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാക്രോന്റെ സർക്കാർ 2 മാസം കൊണ്ട് നിലംപൊത്തും. എന്നിട്ട് അടുത്ത ഇലക്ഷൻ നടത്തേണ്ടി വരും ഫ്രാൻസിൽ. അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്രംപ്. മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ഗ്രീൻലാൻഡിനെ അമേരിക്കയ്ക്ക് തരുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ താരിഫ് ഇങ്ങനെ അടുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അപ്പോൾ ഇത്രമാത്രം താരിഫ് ഇടുമ്പോഴത്തേക്കും ഈ താരിഫ് പേ ചെയ്യേണ്ടതാരാണ്? അമേരിക്കയുടെ പൊതുജനങ്ങളാണ്, അമേരിക്കയിലെ കൺസ്യൂമേഴ്സാണ് ഇത് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ അമേരിക്കയിലെ കൺസ്യൂമേഴ്സ് ഇത് പേ ചെയ്ത് അവർക്ക് ഈ കൺസ്യൂമേഴ്സിന്റെ പർച്ചേസിങ് എമൗണ്ട് അത് ഇൻക്രീസ് ആയിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ശമ്പളമൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ അവരുടെ എക്സ്പെൻസസ് ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. ആ എക്സ്പെൻസസ് ശരിക്കും പറഞ്ഞാൽ താരിഫ് എന്നുള്ള രൂപത്തിൽ ഖജനാവിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കൻസിന്റെ പോക്കറ്റിൽ നിന്നുള്ള പൈസ എത്രത്തോളം താരിഫ് ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ടോ ആ പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ആ പ്രോഡക്റ്റ് വീണ്ടും ഇത്രത്തോളം താരിഫ് പേ ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ഉള്ളിലേക്ക് ഇറക്കുമതിയാകുന്നത്, ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ ക്ലോത്തിന് താരിഫ് ഉണ്ടെന്ന് വെച്ചോ. ഇന്ത്യൻ ക്ലോത്തിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ ക്ലോത്ത് തീർച്ചയായിട്ടും അവിടുത്തെ ബിസിനസ്മാൻ അഥവാ അവിടുത്തെ കമ്പനികൾ ഓർഡർ ചെയ്യുന്നുണ്ട്. ആ ക്ലോത്ത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അത് ഈ താരിഫ് താരിഫ് പേ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റിന് ഡിമാൻഡുണ്ട്. ഈ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളെല്ലാം ഇതേപോലെ താരിഫ് പേ ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അത് ശരിക്കും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കൺസ്യൂമറിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്നും 25% ആണെങ്കിൽ 25%, 100% ആണെന്നുണ്ടെങ്കിൽ 100%. ഈ താരിഫ് എമൗണ്ട് അധികം കൺസ്യൂമറിന് പേ ചെയ്യേണ്ട സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൺസ്യൂമറിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസയെല്ലാം നേരെ ഗവൺമെന്റിന്റെ ഖജനാവിൽ US ട്രഷറിയുടെ പോക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ. അല്ലാതെ ഇപ്പോൾ ചൈനയോ ഇന്ത്യയോ ഒരു രാജ്യങ്ങളും ഈ താരിഫ് പേ ചെയ്യുന്നില്ല. ആ രാജ്യമാണ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും താരിഫ് എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കൻ ജനങ്ങളുടെ മൈൻഡിൽ ഒരു വെപ്രാളമാണ് ശരിക്കും. എന്താണ് ഇനിയും താരിഫ് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി എത്ര പേ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു അങ്കലാപ്പ് അവരുടെ മനസ്സിലുണ്ട്. പിന്നെ ട്രംപിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ ഇപ്പം നിലവിൽ വോട്ടിട്ട് ഇയാളെ മെജോറിറ്റിയിലാണ് പൊസിഷനിൽ കൊണ്ട് എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അടുത്ത നമ്മൾ മിഡിൽ ഈസ്റ്റ് എസ്കലേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ശരിക്കും സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ ഈ കൂട്ടായ്മയ്ക്കെതിരെ ഇന്ത്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇസ്രായേൽ അങ്ങനെ ഒരു കൂട്ടായ്മ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ വൈകാതെ തന്നെ വരും. വിത്തിൻ 1 or 2 months ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാവും. വളരെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവും. ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് കടന്നു പോകാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു അങ്ങനെ ഡയറക്റ്റായിട്ട് മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് എടുത്ത് ചാടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ചാടേണ്ട ആവശ്യമില്ല. ഇന്ത്യ UAE ബാക്കപ്പ് ചെയ്താൽ മതി എന്ന് മാത്രമാണ് UAEയുടെ റിക്വസ്റ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുമുണ്ട്.
അടുത്ത മിഡിൽ ഈസ്റ്റ് എസ്കലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇതുവരെ ഈ വാർഷിപ്പുകളെ തിരികെ കൊണ്ടുപോയിട്ടില്ല. ആ വാർഷിപ്പുകൾ ഇപ്പോഴും മിഡിൽ ഈസ്റ്റിലുണ്ട്. 24-ാം തീയതിയോടുകൂടി USS റൂസ്വെൽറ്റും കൂടി അവിടെ എത്തും. ഇപ്പം അബ്രഹാം ലിങ്കനും ഇറാൻ്റെ ആ പരിസരങ്ങളിൽ തന്നെ വളരെ ക്വിക്കായിട്ട് എത്താൻ പറ്റുന്ന ആ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ആണെങ്കിൽ ഇറാനെതിരെ ഡയറക്റ്റ് ആയിട്ടുള്ള വാണിംഗ്, അതായത് ഇറാൻ ഞങ്ങളുടെ മേളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മിസൈലെങ്കിലും വിട്ടു കഴിഞ്ഞാൽ ഇത്തവണ ഞങ്ങൾ വരുന്നത് വെറുതെ ആയിരിക്കില്ല, 12 ദിവസത്തിൽ അവസാനിക്കില്ല, ഞങ്ങൾ ഇത്തവണ ഫിനിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെതന്യാഹു തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാന്റെ ഉള്ളിലുള്ള പ്രതിഷേധം കെട്ടടങ്ങിയെങ്കിലും ഇറാന്റെ മേളിൽ വെച്ചിരിക്കുന്ന ആ ഒരു നെഗോസിയേഷൻ പോളിസി, ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നെഗോസിയേഷൻ, ന്യൂക്ലിയർ ഡീലിലേക്ക് ഇറാനെ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രഷർ, ഈ വിഷയങ്ങളെ ചൊല്ലി ഇപ്പം തർക്കം രൂക്ഷമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അതായത് ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധം നടക്കുന്നോ ഇല്ലയോ അത് ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, ന്യൂക്ലിയർ ഡീലിൽ വന്നിട്ട് സൈൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻ പ്രഷർ പോളിസി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അതുപോലെ തന്നെ 68 രാജ്യങ്ങൾക്ക് ഗാസ സെക്കൻഡ് പീസ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് അമേരിക്ക. ഈ 68 രാജ്യങ്ങൾ വന്ന് പങ്കെടുക്കണം എന്നാണ് ട്രംപിന്റെ താല്പര്യം. അതിൽ മെജോറിറ്റി രാജ്യങ്ങൾക്കെല്ലാം തന്നെ $1 ബില്യൺ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഗാസ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഈ 68 രാജ്യം മിനിമം പേ ചെയ്യണം എന്നുള്ളതാണ് ട്രംപിന്റെ ആവശ്യം. ഇത് കമാൻഡ് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് റിക്വസ്റ്റ് മാതൃകയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് കമാൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക പലതരത്തിലുള്ള താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യം ട്രംപ് താരിഫ് തുടങ്ങിയത് ഞങ്ങൾക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് താരിഫ് തുടങ്ങിയത്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് താരിഫ് ട്രേഡ് ഡെഫിസിറ്റ് മാത്രമല്ല, എന്ത് കാര്യത്തിനും അമേരിക്ക താരിഫാണ് ഇടുന്നത്. താരിഫാണ് ഇപ്പം അമേരിക്കയുടെ ടൂള്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗ്രീൻലാൻഡിനെതിരെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ താരിഫ്, അമേരിക്കക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ താരിഫ്, ബ്രിക്സിൽ പോയി ചേർന്ന താരിഫ്, അല്ലാതെ എല്ലാ കാര്യത്തിനും താരിഫാണ് ട്രംപ് യൂസ് ചെയ്യുന്നത്. ഒരു താരിഫ് ട്രംപ് അത് തന്നെയാണ്. സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറിയയിൽ ഈ കുർദിസ്ഥാൻ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും തുർക്കി, സിറിയ, ഇറാഖ് ഈ 3 മേഖലകളിലെയും ഈ 3 ഏരിയയിലും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സമൂഹമാണ് ഈ കുർദുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഇവരുടെ 45% സ്ത്രീകളാണ് ഈ കുർദിസ്ഥാനിൽ സോൾജേഴ്സ് ആയിട്ടുള്ളത്. അത് അവർക്ക് വിമൺ യൂണിറ്റ് ഉണ്ട്. അപ്പം സ്ത്രീകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ആണുങ്ങളെ പോലെ തന്നെ ഈക്വൽ ആയിട്ട് അവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐസിസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ HTSും തയ്യബർദകന്റെ തുർക്കി ടീം, ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് കുർദുകളെ നേരിടുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കുർദുകൾ ശരിക്കും പറഞ്ഞാൽ ഇറാഖിന്റെ ഉള്ളിലുള്ള അമേരിക്കൻ ബേസിനെ ചുറ്റി നല്ല രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ കുർദ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ. അതേപോലെ തുർക്കിക്കുള്ളിൽ YPG എന്ന് പറയുന്ന ഈ കുർദ് സംഘടന ശരിക്കും തയ്യബർദകനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ സിറിയയിലുള്ള കുർദുകളെ കൊലയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, അവിടെ ഐസിസുകാർ കയറി നിരങ്ങുകയാണ്. അപ്പോൾ അതിനെതിരെ അമേരിക്ക ശക്തമായി ഇടപെടണം എന്നാണ് ഇവരുടെ ആവശ്യം. അമേരിക്ക ഇടപെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അമേരിക്ക ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നിലവിലെ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥ. അവിടെ തകൃതിയായിട്ട് ഈ റക്ക എന്ന് പറഞ്ഞ ആ സ്ഥലം പൂർണ്ണമായിട്ടും ഐസിസിന്റെ കീഴിൽ വന്നിരിക്കുകയാണ്. സാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം, ആ സ്ഥലത്ത് ശരിക്കും ഒരു ജയിലുണ്ട്. ആ ജയിലിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐസിസ് ഭീകരന്മാരെയൊക്കെ അമേരിക്ക പിടിച്ച് തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ കുർദുകളുടെ പ്രൊട്ടക്ഷനിലാണ് ആ ഏരിയ ഉള്ളത്. കാരണം ആ ജയിൽ തകർത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തു വരുന്ന ഭീകരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാരാണ്. ഐസിസിന്റെ വളരെ തീവ്ര നിലപാടുള്ള ആൾക്കാരാണ് അവിടുത്തെ ജയിലിലുള്ളത്. അപ്പോൾ അവർ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇടപെടുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് സിറിയയ്ക്കുള്ളിലുള്ള അവസ്ഥ. അവിടെ ഇപ്പോഴും കലാപം തുടരുകയാണ് സിറിയയ്ക്കുള്ളിൽ. സിറിയയിൽ ഐസിസുകാരെ തടവിൽ പാർപ്പിച്ചിരുന്ന ജയിൽ പൊളിച്ച് അവിടുത്തെ ഐസിസുകാരെയൊക്കെ റിലീസ് ചെയ്തിരിക്കുന്ന രംഗമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സിറിയയിലെ ജുലാനിയുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഐസിസുകാരെടുത്ത് സലാം പറഞ്ഞ് അവരെ ജയിലിൽ നിന്ന് തുറന്നുവിടുന്ന രംഗമാണ് ഞാനവിടെ വെച്ചിരിക്കുന്നത്. അവരെല്ലാം സലാം പറഞ്ഞ് അവരെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സിറിയയിൽ നടക്കാൻ പോകുന്ന വിഷയത്തിനുള്ള ഉത്തരവാദിത്വം ഫുൾ ആൻഡ് ഫുൾ ജുലാനിക്കും അമേരിക്കയ്ക്കും ഉള്ളതാണ്. محمد عبد السلام المحسن الهوية المصورين علي فواز المحمود المسكنة يلا قول تعال هون تم تحرير مساجين 10 مساجين ظلما وعدوانا. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.